സ്ക്രീൻ വിസിബിൾ ആണല്ലോ? സ്ക്രീൻ വിസിബിൾ ആണല്ലോ? റൈറ്റ്. ഐ തിങ്ക് സ്ക്രീൻ വിസിബിൾ ആണ്. ആരെങ്കിലും ഒരാളൊന്ന് റെസ്പോണ്ട് ചെയ്തേ. ഞാൻ ഗ്രൂപ്പിലിട്ട ID-യിൽ റെസ്പോണ്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഡിസ്കഷൻ ഗ്രൂപ്പിലോ. യെസ്, അസറിത് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. സോ വൺസ് അഗെയിൻ, ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ കൺഗ്രാജുലേറ്റ് യു ഓൾ. ഓക്കെ, നിങ്ങൾ എന്താണ് നേരത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തു. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് റിയലി ഗുഡ്. ഓക്കെ, കുറെ പേര് എന്താണ് അല്ലെ, റിസൾട്ട് ഒക്കെ വന്ന് റിസൾട്ടിന് ശേഷമായിരിക്കും പ്രിപ്പറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണെങ്കിലും സബ് ഇൻസ്പെക്ടർ ആണെങ്കിലും റിസൾട്ട് ഒക്കെ വന്ന് പതുക്കെ പേരൊക്കെ കണ്ട് അപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. എന്നിരുന്നാലും നിങ്ങൾ ഇപ്പൊ ലൈവ് കാണുന്നവര്, ഇൻ ഫ്യൂച്ചർ ഇതിപ്പോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡിങ്സ് കാണുന്നവര്, നിങ്ങൾ എന്താണ് നേരത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തു. സോ നിങ്ങളുടെ പ്രിപ്പറേഷനെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട്, അതിനെ കുറച്ചും കൂടി ഒന്ന് സ്ട്രക്ചർഡ് ആക്കാൻ വേണ്ടിയിട്ടാണ്, ലെറ്റ് മീ യൂസ് ദ വേർഡ് സ്ട്രക്ചർഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രിപ്പറേഷൻ. ആൻഡ് ദിസ് സെക്ഷൻ ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ സബ് ഇൻസ്പെക്ടർ എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക്. ഓക്കെ, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്നുള്ള തസ്തിക സ്വപ്നം കാണുന്നവർക്ക്, ആഗ്രഹിക്കുന്നവർക്ക്, ഓക്കെ അല്ലെ, കുറച്ചു പേർ അങ്ങനെയാണ്, എനിക്ക് SI ആയാൽ മതി എന്നുള്ള ആ ഒരു സ്റ്റാൻഡിലാണ് അല്ലെ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒന്നും വേണ്ട, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒന്നും വേണ്ട, സബ് ഇൻസ്പെക്ടർ മാത്രം മതി എന്നുള്ളവർക്കുള്ള ഒരു വീഡിയോ ആണ്. ആൻഡ് യു ആർ ഓൺ ദ റൈറ്റ് പ്ലേസ്, യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. നമുക്കറിയാം നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, മെയിൻസിന്റെ സിലബസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, ഞാൻ പറയേണ്ട കാര്യമില്ല. ഓക്കെ, സോ ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് ഹൗ ടു സ്റ്റാർട്ട് അവർ പ്രിപ്പറേഷൻ അല്ലെ. എങ്ങനെ നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം? രണ്ടാമത്തെ ചോദ്യമാണ് എങ്ങനെ ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. ഫസ്റ്റ് ഫേസ് എക്സാം എഴുതിയവർക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്, എത്ര മാർക്ക് സേഫ് ആണ് എന്നൊക്കെയുള്ള കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഡെയിലി ടൈം ടേബിൾ എങ്ങനെ സെറ്റ് ചെയ്യാം, എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഈ സിലബസ് കവർ ചെയ്യാം. യു ക്യാൻ സീ ഹിയർ ദ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, റൈറ്റ്. ഹിസ്റ്ററി, GK. നമ്മൾ എന്ത് ചെയ്യും, ഈ സിലബസിനെ നമ്മൾ 3 സ്ലോട്ടായിട്ട് തരംതിരിക്കും, അല്ലെങ്കിൽ 3 ഭാഗമായിട്ട് തരംതിരിക്കും. ഓക്കെ, ഫോർ അവർ ഈസി അണ്ടർസ്റ്റാൻഡിങ്ങിനും അതേപോലെ തന്നെ നമ്മുടെ പ്രിപ്പറേഷനെ ഒന്ന് സ്ട്രക്ചർഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ സിലബസിനെ നമ്മൾ 3ആയി തരംതിരിക്കും. അതിൽ ഫസ്റ്റത്തെ ഭാഗത്തിന് നമ്മൾ സ്ലോട്ട് 1 എന്താണ്, മലയാളം, ഇംഗ്ലീഷ്, മാത്സ് 30 മാർക്കാണ് നമുക്കറിയാം. രണ്ടാമത്തെ ഒരു വിഭാഗത്തിന് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക് അല്ലെ, സ്പെഷ്യൽ ടോപ്പിക് സ്ലോട്ട് 2 45 മാർക്കാണ്. മൂന്നാമത്തെ ഒരു വിഭാഗത്തിന് നമ്മൾ എന്ത് ചെയ്യും, ജനറൽ സബ്ജക്ട് 25 മാർക്കാണ്. സോ ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. ഓക്കെ, ഒരു ദിവസം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കുറെ പേര് എന്ത് ചെയ്യും, സ്പെഷ്യൽ ടോപ്പിക്കിന് മാത്രം ഫോക്കസ് കൊടുക്കും. രാവിലെ മുതൽ രാത്രി വരെ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രം ഇങ്ങനെ ഇരുന്ന് പഠിക്കും അല്ലെ. അത് ഒരു സ്ട്രാറ്റജിയിൽ പ്രിപ്പറേഷനിൽ വരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. യു ഹാവ് ടു പുട്ട് അല്ലെ, അതായത് നിങ്ങളുടെ ദിവസം ഒരു 100% ആണെങ്കിൽ ഈ 100%, യെസ് ശരിയാണ്, 50% ഓഫ് ടൈം യു ഹാവ് ടു പുട്ട് ഹിയർ. സ്പെഷ്യൽ ടോപ്പിക്കിന് നിങ്ങൾ 50% സമയം കൊടുക്കണം. അതിനർത്ഥം ബാക്കിയുള്ള മലയാളം, ഇംഗ്ലീഷ്, മാത്സും ജനറൽ സബ്ജക്റ്റും പഠിക്കരുത് എന്നല്ല. ശരിയാണ്, കുറെ പേര് പറയും ജനറൽ സബ്ജക്ട് നമ്മൾ പ്രിലിംസിന് ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ, പിന്നെന്തിനാണ്. ശരിയാണ്, ഓക്കെ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ കുറച്ച് സമയം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. ബിക്കോസ് 25 മാർക്കാണ്. ഈ 25 മാർക്കിൽ ഇഫ് യു ക്യാൻ സ്കോർ 15+, അത് തന്നെ വലിയ മാർക്കാണ് അല്ലെ. സോ ഞാൻ പറയുന്നത് 50% സമയം നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്കിന് കൊടുക്കൂ, 30% ടൈം നിങ്ങൾ എന്ത് ചെയ്യുക, മലയാളം, ഇംഗ്ലീഷ്, മാത്സ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. എല്ലാ എക്സാമിനും, SI മെയിൻസിന് എന്നല്ല, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നല്ല, LD, +2, 10th, ഡിഗ്രി എന്തോ ആയിക്കോട്ടെ, എല്ലാ എക്സാമിനും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് ഈ മലയാളം, ഇംഗ്ലീഷ്, മാത്സ്. നിങ്ങൾക്ക് ഈ മലയാളം, ഇംഗ്ലീഷ്, മാത്സിൽ 20നും 25നും മാർക്കിന്റെ ഇടയിൽ വാങ്ങിക്കാൻ പറ്റിയാൽ സബ് ഇൻസ്പെക്ടർ മെയിൻസിന് എഗെയിൻ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു എഡ്ജ് ഉണ്ടാവും. ആൻഡ് സ്പെഷ്യൽ ടോപ്പിക്. സോ ഇതാണ്. ഇനി എന്താണ് നിങ്ങളുടെ ഞാൻ നിങ്ങൾക്ക് ഒരു ബ്ലൂ പ്രിന്റ് തരുവാണ്. ഓക്കെ, ദിസ് ഈസ് ജസ്റ്റ്
ഐ എം ഗിവിംഗ് എ ബ്ലൂ പ്രിന്റ് ടു മേക്ക് യുവർ ടൈം ടേബിൾ. ഇനി എങ്ങനെ സബ്ജക്റ്റുകൾ കവർ ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ടൈം ടേബിൾ എങ്ങനെയാ മേക്ക് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു ദിവസം നിങ്ങൾ 3 സ്ലോട്ടായി തിരിക്കുക. 3നും ഇമ്പോർട്ടൻസ് കൊടുക്കണം. പക്ഷേ ചില സ്ലോട്ടിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ലൈക്ക് സ്പെഷ്യൽ ടോപ്പിക്. അതായത് അല്ലെ, ഒരു 6 മണിക്കൂർ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ആണെങ്കിൽ 2.5 മണിക്കൂറും 3 മണിക്കൂറും നിങ്ങൾ എന്ത് ചെയ്യുക, യു ഹാവ് ടു പുട്ട് ചെയ്യുക. ഒരു 1.5 മണിക്കൂർ മിനിമം. സമയത്തിന്റെ കണക്ക് ഞാൻ പറയാം. ഓക്കെ, ടൈം ടേബിൾ സമയത്തിന്റെ കണക്ക് ഞാൻ പറയാം. സോ ദിസ് ഈസ് എ ബ്ലൂ പ്രിന്റ്. നിങ്ങളുടെ ഡെയിലി ടൈം ടേബിളിൽ ഈ 3 സബ്ജക്ട് നിങ്ങൾ വെച്ച് പഠിച്ചു പോകണം. അല്ലാതെ രാവിലെ മുതൽ രാത്രി വരെ സ്പെഷ്യൽ ടോപ്പിക് മാത്രം പഠിച്ചു പോകാൻ പാടില്ല. നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ്. ലുക്ക് അറ്റ് ഹിയർ. സ്ലോട്ട് 1ഉം സ്ലോട്ട് 2ഉം കൂട്ടിയാൽ 75 മാർക്സ് ആണ്. 75 മാർക്സ് അല്ലെ? 75 മാർക്ക് എന്ന് പറയുന്നത് ഹ്യൂജ് മാർക്കാണ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഫർദർ. സ്പെഷ്യൽ ടോപ്പിക് നമുക്കറിയാം. IT ആൻഡ് സൈബർ ക്രൈം 7 മാർക്സ്. ഒന്നുകൂടി ബ്രേക്ക് ചെയ്യാണ്. ഓക്കെ, ഒന്നുകൂടി ഒന്ന് സ്ട്രക്ചർ ചെയ്യാണ്. IT ആക്ട് നമുക്ക് IT ആൻഡ് സൈബർ ക്രൈം ആൻഡ് IT ആക്ട് നമുക്ക് 10 മാർക്ക് ആക്കിയിട്ടല്ലേ ഒറ്റ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. BNSS 10 മാർക്സ്. BSA അല്ലെ, ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം, റൈറ്റ്. RTI ആക്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സൈക്കോളജി. സ്പെഷ്യൽ ടോപ്പിക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പോലെ ഈ BNSന്റെ 1ാം ഭാഗം മുതൽ അങ്ങനെയല്ല ശരിക്കും പഠിക്കേണ്ടത്. ഇവിടെയും നിങ്ങൾ എന്ത് ചെയ്യണം, ടോപ്പിക് പ്രയോറിറ്റൈസ് ചെയ്യണം. അതായത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. നിങ്ങൾക്ക് 2 പേജ് പഠിച്ചാൽ 2 മാർക്ക് കിട്ടുന്നുണ്ട്, 2 മാർക്സ്. അതേപോലെ തന്നെ ഒരു 10 പേജ് പഠിച്ചാൽ 10 പേജസ്, ഓക്കെ, പ്ലസ് 5. 10 പേജസ് പഠിച്ചാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഇതിൽ ഏതിനായിരിക്കണം നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? ഡെഫിനറ്റ്ലി 2 പേജ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടുമെങ്കിൽ യു ഹാവ് ടു പുട്ട് മോർ എഫേർട്ട് ദേർ. അല്ലെ, ഇതിനെയാണ് നമ്മുടെ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. ഐഡിയ കിട്ടുന്നുണ്ടോ? ശരിയാണ്, നമ്മൾ എല്ലാം പഠിക്കണം. പക്ഷേ സബ്ജക്ട് പ്രയോറിറ്റൈസ് ചെയ്യുക. എവിടുന്നാണോ നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടുക അതിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക. റൈറ്റ്. സ്പെഷ്യൽ ടോപ്പിക് 45 മാർക്സിനാണ്. നമുക്കറിയാം ഇതിൽ ഭരണഘടന എന്നുള്ള ഭാഗം യു ക്യാൻ മൈനസ്. ഇത് നമുക്കൊരു GK സബ്ജക്ട് ആക്കിയിട്ട് എടുക്കാം. ബിക്കോസ് ഭരണഘടന നമ്മൾ എന്താണ് ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള എല്ലാ എക്സാമുകൾക്കും 10th ആണെങ്കിലും 12th ആണെങ്കിലും ഡിഗ്രി ലെവലിലൊക്കെ ആണെങ്കിലും നമ്മൾ ഭരണഘടന പഠിക്കുന്നുണ്ട്. 7 മാർക്സ്. ഹൗവർ യു ക്യാൻ മൈനസ് 45 മൈനസ് 7 അല്ലെ, 38 മാർക്ക്. റൈറ്റ്. ആക്ച്വലി ഇതാണ് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ 38. സോ സ്പെഷ്യൽ ടോപ്പിക് ആയിക്കോട്ടെ, 45 മാർക്സിന് നിങ്ങൾ 30+ മാർക്ക് സ്കോർ ചെയ്യണം. ഓക്കെ, 35 is extreme. 30 മാർക്സ് നിങ്ങൾ സ്കോർ ചെയ്യണം. ഈ 30 മാർക്ക് സ്കോർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം, സ്ട്രാറ്റജി കീപ്പ് ചെയ്യണം. അല്ലെ, അല്ലാതെ ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലും പഠിച്ചു പോയാൽ പോരാ. കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടാവണം. സ്ലോട്ട് 1ൽ ഇത്ര മാർക്ക് എനിക്ക് എക്സാമിന് വേണം, സ്ലോട്ട് 2ൽ ഇത്ര മാർക്ക് എനിക്ക് എക്സാമിന് വേണം, സ്ലോട്ട് 3ൽ ഇത്ര മാർക്ക് എനിക്ക് എക്സാമിന് വേണം എന്നുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഐഡിയ കീപ്പ് ചെയ്യണം. ആ ഐഡിയ എന്ത് ചെയ്യണം, നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ പോയിട്ട് ഇംപ്ലിമെന്റും ചെയ്യണം. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ എക്സാം, ഈ ഒരു സ്വപ്ന ജോലി നിങ്ങൾക്കിലേക്ക് എത്തിപ്പെടാം. ടോപ്പിക് പ്രയോറിറ്റൈസേഷൻ. അതേപോലെ തന്നെ മലയാളം ഇംഗ്ലീഷ് മാത്സിലേക്കൊക്കെ ഞാൻ വരാം. അല്ലെ, നിങ്ങൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേർക്കുള്ള സംശയമാണ്, ഞാൻ റൈറ്റ് ട്രാക്കിലാണോ, അല്ലെ ഞാൻ പഠിക്കുന്നത് ശരിയാണോ, ഞാൻ പഠിക്കുന്നത് പ്രോപ്പർ ആയിട്ടാണോ എന്ന് ഒരുപാട് പേർക്ക് സംശയമുണ്ട്. അത് ചെക്ക് ചെയ്യാനുള്ള പ്രോപ്പർ മെത്തേഡാണ് എന്ത്, പഠിക്കുക. ഓക്കെ, ഒരു ടോപ്പിക്ക് പഠിക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ BNSഉം BNSSഉം പഠിക്കുകയാണ്. ഓക്കെ, എന്ത് ചെയ്യുക, ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിലെ PYQs സോൾവ് ചെയ്യുക. PYQ ആണ് ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കേണ്ടത്. PYQ ആണ്. നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യെസ്, യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. അതിനുശേഷം എന്ത്, MCQO അല്ലെങ്കിൽ പോളോ, മോഡൽ ക്വസ്റ്റ്യൻസോ അറ്റൻഡ് ചെയ്യുക. അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ MCQസും പോളിനൊക്കെ സെക്കൻഡ് പ്രയോറിറ്റി ആണ് കേട്ടോ. ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി PYQ തന്നെയാണ്. PSC പുറത്തിറക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന് തന്നെയാണ്. MCQയും പോളും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് യെസ്, യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. ഇനി നിങ്ങൾക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, പഠിച്ചിട്ടും ക്വസ്റ്റ്യൻ തെറ്റുന്നുണ്ടെങ്കിൽ
ഗോ ബാക്ക് ടു യുവർ സ്റ്റഡീസ്. ഒന്നും കൂടിയും എന്താണോ പഠിച്ചത് പോകുക, നോക്കുക, എവിടെയാണ് മിസ്റ്റേക്ക് വന്നത്, സെക്ഷനിൽ മാറിപ്പോയോ, അല്ലെങ്കിൽ ഞാൻ കാണാപ്പാഠം പഠിച്ചത് മിസ്റ്റേക്ക് വന്നോ, ഞാൻ മനസ്സിലാക്കിയ കോൺസെപ്റ്റിൽ തെറ്റ് വന്നോ, അങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ദെൻ അഗെയിൻ കം ബാക്ക്. ഈ ഒരു സൈക്കിൾ ഫോളോ ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ സെൽഫ് ആയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്വയം നമ്മൾ റൈറ്റ് ട്രാക്കിലാണോ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. റൈറ്റ്. സെൽഫ് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ദെൻ IT ആൻഡ് സൈബർ ക്രൈമിലേക്ക് പോവുക, IT ആക്ടിലേക്ക് പോവുക. IT ആക്ട് ഒക്കെ നമ്മൾ ഒരുപാട് എക്സാമിന് മുമ്പ് പഠിച്ചതാണ്. 3 മാർക്കൊക്കെ എന്തായാലും നമുക്ക് കിട്ടും, ഷുവർ ആണ്. ഓക്കെ, 3 മാർക്കൊക്കെ നമുക്ക് ഉറപ്പിക്കാം IT ആക്ട്. അതിനുശേഷം എന്താണ്? IT ആൻഡ് സൈബർ ക്രൈമിലേക്ക് പോവുക. ദെൻ എവിഡൻസ് ആക്ടിലേക്ക് പോവുക, BSIയിലേക്ക് പോവുക, BNSഉം BNSSഉം. സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ പോകും. നമ്മുടെ ഈ പറഞ്ഞ പോലെ ലാ ഫോഴ്സയുടെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ മെയിൻസ് ബാച്ചിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് BNSലാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇറ്റ്സ് എ ഹ്യൂജ് ടോപ്പിക്. അതൊരു വലിയ ടോപ്പിക് ആണ് അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 പേജ് പഠിച്ചാലേ 2 മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി നമ്മൾ നോക്കുന്ന സമയത്ത്, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗത്ത് നോക്കുന്ന സമയത്ത് വി ഹാവ് ടു കംപ്ലീറ്റ് ഇറ്റ്. അതുകൊണ്ടാണ് BNSലേക്ക് പോയത്. എനിവേ, ടോപ്പിക് പ്രയോറിറ്റൈസ് ചെയ്യുക ആൻഡ് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ചിലർക്ക് ഈ BNS ഒക്കെ പഠിക്കാൻ ഭയങ്കര താല്പര്യമായിരിക്കും അല്ലെ. നിങ്ങൾ എന്ത് ചെയ്യുക? ഓൾറെഡി സബ് ഇൻസ്പെക്ടർ ആവുക. പഠിക്കുന്നതിന് മുമ്പ് തന്നെ ആ ഒരു മെന്റാലിറ്റി, ആ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങളൊരു പോലീസ് ഓഫീസർ ആണെന്ന് വിചാരിച്ചിട്ട് ശേഷം BNSഉം BNSS ഒക്കെ പഠിക്കുക. കുറച്ചുകൂടി രസകരമായിട്ട് പഠിക്കുക അല്ല, കുറച്ചുകൂടി നല്ല രീതിയിൽ കാര്യങ്ങൾ കളർഫുൾ ആയിട്ട് പഠിക്കുക. ദെൻ BNSഉം BNSS ഒക്കെ പഠിക്കുമ്പോൾ ബാർ ആക്ട് വെച്ച് തന്നെ പഠിക്കുക. ബിക്കോസ് PSC ബാർ ആക്ടിൽ തന്നെയായിരിക്കും ചോദിക്കുക. CPA പോലെ ആയിരിക്കില്ല, ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ബാർ ആക്ട് വെച്ച് തന്നെ പഠിക്കണം. ഓക്കെ, BNSലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രിഡിക്ട് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ വുമൺ റിലേറ്റഡ് ആയിരിക്കും. നമുക്ക് കഴിഞ്ഞ തവണത്തെ PYക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അനലൈസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. നിങ്ങൾ പഠിക്കുമ്പോൾ PYക്ക് നോക്കിക്കഴിഞ്ഞ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവാം, ഞാൻ ഈ പഠിക്കുന്ന ഏരിയ ഇമ്പോർട്ടന്റ് ആണ്, ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് PYക്ക് അനലൈസ് ചെയ്താൽ മനസ്സിലാവും. ഓക്കെ, പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അനലൈസ് ദ PYQs അനലൈസ് ചെയ്യാം. അനലൈസ് ചെയ്യാൻ മാത്രമേ പറയുന്നുള്ളൂ, അല്ലാതെ സോൾവ് ചെയ്യാൻ പറയുന്നില്ല. അനലൈസ്, ക്വസ്റ്റ്യൻസ് വായിക്കുക, ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് വായിക്കുക, എന്നിട്ട് പഠിച്ചതിന് ശേഷം പോയിട്ട് സോൾവ് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സോൾവ് ചെയ്യാൻ നിൽക്കരുത്. റൈറ്റ്. നമ്മൾ സൈക്കോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ആണ്. ബട്ട് ഒരു 6 മാർക്കൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് സ്കോർ ചെയ്യാൻ പറ്റിയാൽ ബിലീവ് മീ, ടോപ്പ് 50യിൽ നിങ്ങൾ വരും. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണ് സൈക്കോളജിയിൽ വരിക. ബിക്കോസ് ഒരുപാട് പേര് അത് അറ്റൻഡ് ചെയ്യില്ല. ഞാൻ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് കുറച്ച് മാസങ്ങൾ മുമ്പേ ഒരു വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് കഴിഞ്ഞ വർഷത്തെ ചോദ്യങ്ങൾ എവിടെ നിന്ന് ചോദിച്ചു, എങ്ങനെയാണ് സൈക്കോളജി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിന്റെ ഫയൽസിൽ പോയി കഴിഞ്ഞാൽ, നമ്മുടെ ലാ ഫോഴ്സ ചാനലിൽ ഫയൽസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ PDF-ഉം അതേപോലെ തന്നെ മീഡിയയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ വീഡിയോ ക്ലാസ്സും കാണാൻ പറ്റും. ഓക്കെ, സോ അത് കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുമോ ഈ മെറ്റീരിയൽ ഒക്കെ വെച്ച് നമുക്ക് സൈക്കോളജി കവർ ചെയ്യാം അല്ലെങ്കിൽ പഠിക്കാം. സോ യു ഹാവ് ടു വാച്ച് ദാറ്റ് വീഡിയോ. ഓക്കെ, സോ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞു അല്ലെ. 1 മുതൽ 100 വരെ പഠിക്കുക എന്നുള്ളതല്ല, കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മാർക്ക് എവിടെ നിന്നാണ് കിട്ടുക അത് മനസ്സിലാക്കുക, പഠിക്കുക, സ്മാർട്ട് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്കിന്റെ കൂടെ സ്മാർട്ട് വർക്ക് കൂടി ചെയ്യുക. സ്പെഷ്യൽ ടോപ്പിക് എന്നുള്ള ടോപ്പിക്കിൽ 45 മാർക്സിൽ വി ഹാവ് ടു ഗെറ്റ് അറ്റ്ലീസ്റ്റ് മിനിമം 30 മാർക്സ്. 30+ നമ്മൾ ഇവിടുന്ന് സ്കോർ ചെയ്യണം. ദെൻ കം ടു ദി നെക്സ്റ്റ് പോയിന്റ്. മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഓൾവേസ് ഏത് എക്സാം ആണെങ്കിലും നമ്മളിത് പഠിച്ചേ പറ്റും. 10 മാർക്സ് 30 മാർക്കാണ് നമ്മളെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം. യു ഹാവ് ടു ഗെറ്റ് അറ്റ്ലീസ്റ്റ് 20 മാർക്സ്. ഓക്കെ, 20-25 ഉള്ളിൽ നിങ്ങൾ ഇവിടെ മാർക്ക് വാങ്ങിക്കണം, എന്നാലേ ടോപ്പ് 50യിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ടോപ്പ് 50യിലേക്ക് എത്തണമെങ്കിൽ യു ഹാവ് ടു ഗെറ്റ് 20 മാർക്സ് ഫ്രം ഹിയർ.
മലയാളം ഇംഗ്ലീഷ് മാത്സ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ PYQ അപ്രോച്ച് വെച്ച് പഠിക്കുക. PYQ അപ്രോച്ച്. ദിവസവും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക, ദിവസവും മിക്സഡ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. ഒരു 10 മലയാളം ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക, 10 ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക, 10 മാത്സിന്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക് പഠിക്കുക. ഇംഗ്ലീഷൊക്കെ ഏത് പഠിച്ചാലാണ് മാർക്ക് കിട്ടുക എന്ന് വ്യക്തമായിട്ട് നമുക്കറിയാം അല്ലെ. സിലബസിൽ ഏതൊക്കെ എവിടെ നിന്നൊക്കെയാണ്. റിപ്പോർട്ടഡ് സ്പീച്ച് പഠിച്ച 1 മാർക്ക്, ആക്റ്റീവ് പാസീവ് വോയിസ് പഠിച്ച 1 മാർക്ക് അല്ലെ, ഇഫ് ക്ലോസ് പഠിച്ച 1 മാർക്ക്. സോ നമുക്കറിയാം എവിടെ നിന്നാണ് എന്താണ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ നമുക്കറിയാം. ആർട്ടിക്കിൾസ് എല്ലാം, സിനോണിംസ് അനോണിംസ്. സോ ഈ രീതിയിലായിരിക്കണം നിങ്ങളുടെ അപ്രോച്ചസ്. നിങ്ങളുടെ പഠിത്തത്തിന്റെ സമയത്ത് എപ്പോഴും PYQ കൂടി ഉൾപ്പെടുത്തുക. ദെൻ യു ഹാവ് ടു ഗെറ്റ് 20+ മാർക്ക് ഫ്രം ഹിയർ. GK കാര്യം പറയുകയാണെങ്കിൽ GK കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്കറിയാം ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകളിൽ ഏറ്റവും കൂടുതൽ വലിയൊരു ടോപ്പിക്കാണ് GK. ഈ വലിയ ടോപ്പിക്കിൽ അതിന്റെ അത്രയും മാർക്കിന്റെ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. നമുക്കറിയാം 25 മാർക്സ് ആണ് GKയിൽ ജനറൽ സബ്ജക്റ്റിൽ ഉള്ളത്. നോക്കുക, ഹിസ്റ്ററി അല്ലെ, വെറും 3 മാർക്കാണ് ഹിസ്റ്ററിക്ക് ഉള്ളത്. ഹിസ്റ്ററിയിൽ എന്തെല്ലാം പഠിക്കണം എന്നുള്ള കാര്യം അല്ലെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, ഇത്രയും വലിയ 3 സബ്ജക്റ്റുകൾ അല്ലെ, 3 ബുക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് 3 മാർക്കാണ് കിട്ടുക. അതേപോലെ തന്നെ ജോഗ്രഫി, ബേസിക്സ്, ഇന്ത്യ, കേരളം, ഇത്രയും 3 ബുക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് 3 മാർക്കാണ് കിട്ടുക അല്ലെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതുകൊണ്ടാണ് സബ്ജക്ട് പ്രയോറിറ്റൈസേഷൻ ചെയ്യണം എന്ന് പറയുന്നത്. ചുമ്മാ എന്തെങ്കിലും ഏതെങ്കിലും പഠിച്ചാൽ പോരാ, ബുദ്ധി യൂസ് ചെയ്തിട്ട് പഠിക്കണം. ഇത് പഠിക്കേണ്ട എന്നല്ല, ഗിവ് ലെസ് പ്രയോറിറ്റി അല്ലെ. എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സ് ഓൾറെഡി നമ്മുടെ മാഗസീന് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, മന്ത്ലി മാഗസീൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ലാഫോയ്സയുടെ ചാനലിൽ തന്നെ. ഗവർണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, യെസ്, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് കുറച്ചുകൂടി എളുപ്പത്തിൽ കവർ ചെയ്യാൻ പറ്റും. എക്കണോമിക്സും കവർ ചെയ്യാൻ പറ്റും അല്ലെ. സോ യു ഹാവ് ടു ഫസ്റ്റ് കംപ്ലീറ്റ് ദി സബ്ജക്ട്, എന്നിട്ട് എന്ത് ചെയ്യുക, ഇങ്ങോട്ടേക്ക് വരിക. ഹൗവർ 25 മാർക്കിൽ ഡെഫിനറ്റ്ലി വി ഷുഡ് ഗെറ്റ് അറ്റ്ലീസ്റ്റ് 15 മാർക്സ്. ഓക്കെ, ഞാനിപ്പോ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. ജനറൽ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 15 മാർക്ക് മിനിമം കിട്ടുന്നുണ്ട്. കേരള ഗവർണൻസ് ഞാൻ ഫസ്റ്റ് വീക്കാണ്. കേരള ഗവർണൻസിൽ ഞാൻ വീക്കാണ്. എല്ലാ കോഴ്സും നല്ല ക്ലാസ് ആണ്. യെസ്, ഒബ്വിയസ്ലി സാം, നമ്മുടെ മെയിൻസ് ബാച്ച് ഉണ്ടല്ലോ സബ് ഇൻസ്പെക്ടറുടെ. ഓക്കെ, അതിലേക്ക് ഞാൻ വരാം. കം ടു ദ പോയിന്റ്. ഞാനിപ്പോ പറഞ്ഞ പോലെ ഈ GK സബ്ജക്റ്റിൽ ഇഫ് യു ക്യാൻ സ്കോർ 15 മിനിമം മാർക്ക് 15 സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, മിനിമം. മലയാളം ഇംഗ്ലീഷ് മാത്സിൽ മിനിമം 20 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. 20 പ്ലസ് 15 പ്ലസ് 30. സ്പെഷ്യൽ ടോപ്പിക്കിൽ നിങ്ങൾക്ക് മിനിമം 30 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. 5, 3, 6, 65 മാർക്സ്. യു വിൽ ബി ഇൻ ടോപ്പ് 50 ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ഈ പറഞ്ഞ പോലെ ഗ്രേസ് മാർക്ക് ഉണ്ടോ ഇല്ലയോ, അതൊന്നും ഒരു ഫാക്ടർ ആവില്ല അല്ലെ. ദിസ് ഈസ് പ്ലാനിങ്. ഈ രീതിയിൽ നമ്മൾ പഠിക്കണം. അതും ഈ പറഞ്ഞ പോലെ ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റും. ഈ 3ൽ 2 ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പം തന്നെ പ്രെഡിക്റ്റ് ചെയ്യാം അടുത്ത വർഷത്തെ. ഒന്ന് ഈ പറഞ്ഞ പോലെ ഈ റവല്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. റവല്യൂഷൻ അല്ലെങ്കിൽ വേൾഡ് വാർ ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ഈ പോർച്ചുഗീസിന്റെ അല്ലെ, ഈ പറഞ്ഞ പോലെ യൂറോപ്യൻ അറൈവൽ. I have predicted 3 out of 2 questions. ഇതേ രീതിയിൽ നമുക്ക് PYQ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എക്കണോമിക്സിൽ 3 ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യൻ പ്രെഡിക്റ്റ് ചെയ്യാം. ഓക്കെ, ബട്ട് ഈ പ്രെഡിക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ PSC എന്ത് ചെയ്യും, കഴിഞ്ഞ വർഷം റവല്യൂഷനിൽ ഒരു ചോദ്യം ചോദിച്ചു എന്ന് വിചാരിക്കാം, അടുത്ത വർഷം അതിനേക്കാൾ ഡെപ്തിലേക്ക് ഇറങ്ങി ചോദിക്കും. അതാണ് PSCയുടെ ഒരു സ്വഭാവം. സോ ദിസ് ഈസ് ഹൗ വി ഹാവ് ടു പ്രിപ്പയർ ഫോർ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. Now you have to do. ഒരു കാര്യം കൂടിയുണ്ട്, ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഡിഗ്രി സെക്കൻഡ് ഫേസ് കിട്ടിയ സ്റ്റുഡൻസ് എന്ത് ചെയ്യണം. ഇത് ഓൾറെഡി ഞാൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെന്റർഷിപ്പ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്തതാണ്. എന്നിരുന്നാലും അതൊരു വാലിഡ് ചോദ്യം തന്നെയാണ്. സെക്കൻഡ് ഫേസ് കിട്ടിയ ഞങ്ങൾ എന്ത് ചെയ്യണം? നമുക്കറിയാം, താങ്ക് ഗോഡ്, പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസ് നമ്മുടെ SI സബ് ഇൻസ്പെക്ടർ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ദർ ഈസ് നോ ബിഗ് ഡിഫറൻസ്. ബിഗ് ഡിഫറൻസ് എന്ന് പറയുന്നത് GK പോർഷനിൽ. GK പോർഷനിലും മലയാളം ഇംഗ്ലീഷ് മാത്സിലും വി ഹാവ് നോ ഡിഫറൻസ്.
ഡിഫറൻസ് വരുന്നത് സ്പെഷ്യൽ ടോപ്പിക് പ്ലസ് എക്സ്ട്രാ കേരള ഗവർണൻസും ലൈഫ് സയൻസും. ബാക്കിയെല്ലാം സെയിം ആണ്. കറണ്ട് അഫയേഴ്സ് പിന്നെ നമ്മൾ എന്തായാലും മന്ത്ലി മാഗസിൻ കവർ ചെയ്ത് പോകുന്നുണ്ടല്ലോ. പ്രിലിംസിന് വേണ്ടിയിട്ട് നമ്മളത് പഠിച്ചിട്ടുണ്ട്. മെയിൻസിന് വേണ്ടിയിട്ട് സ്പെസിഫിക്കലി നിങ്ങൾ പഠിക്കണം. കാരണം ഇവിടെ എടുത്ത് പറയുന്നുണ്ട് കറണ്ട് അഫയേഴ്സ്. ഇനി ഫസ്റ്റ് ഫേസ് എഴുതിയ ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുക? ഞാനിപ്പം പറഞ്ഞ പോലെ സ്ലോട്ട് 1, സ്ലോട്ട് 2, സ്ലോട്ട് 3 അങ്ങനെ എന്താ പറയുക ഒരു ദിവസം തരംതിരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു തുടങ്ങുക. അല്ലെ, ആദ്യം ഐ.ടി. ആക്ട് എടുക്കുക, ആർ.ടി. ആക്ട് എടുക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. നിങ്ങൾക്ക് ഇനിയിപ്പം BNS ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പഠിക്കുക, BNS വെച്ച് പഠിക്കുക, സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് സൈക്കോളജി പഠിക്കാൻ താല്പര്യം ഉണ്ടാവും, സൈക്കോളജി പഠിക്കുക. സൈക്കോളജി ഒക്കെ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? ഒരു ഗൈഡൻസ് നേടാൻ ശ്രമിക്കുക. ഓക്കെ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ, അല്ലെങ്കിൽ ഇതിന് മുമ്പ് എക്സാം ക്രാക്ക് ചെയ്തവരാണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സൈക്കോളജിയിൽ കുറച്ചൊരു നോളജ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അവരോടൊക്കെ ഒപ്പീനിയൻ, അല്ലെങ്കിൽ അവരോട്, കാരണം നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യരുത്. നമ്മൾ സ്വയമായിട്ട് PhD എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ, അല്ലെ, നമുക്കറിയാം, നമ്മളിപ്പോ 2-3 വർഷമായിട്ട് പഠിപ്പിക്കുന്ന അധ്യാപകന് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും സൈക്കോളജി. നമ്മുടെ ഉദ്ദേശം PhD എടുക്കലല്ല, അല്ലെ. സൈക്കോളജിയിലെ ഡിഫിക്കൽട്ടി ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിക്കുന്നത്. പക്ഷെ ഇറ്റ് ഡസൻ മീൻസ് നമ്മൾ PhD എടുക്കണം, അല്ലെങ്കിൽ ഇഗ്നോന് നമ്മൾ 3 വർഷത്തെ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി എടുക്കാൻ പോവുകയല്ല. ഒരു 10 ക്വസ്റ്റ്യനിൽ ഒരു 6 ക്വസ്റ്റ്യൻ 7 ക്വസ്റ്റ്യൻ ശരിയാക്കണം. അതാണ് നമ്മുടെ ഉദ്ദേശം. അതിനനുസരിച്ച് പഠിച്ചാൽ മതി. എപ്പോഴും ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റണം സൈക്കോളജിയിലൊക്കെ. ചുമ്മാ ഇങ്ങനെ കാട് കയറി പഠിച്ച് പോയിട്ട് കാര്യമില്ല. ബിക്കോസ് ബാക്കി 90 മാർക്ക് അപ്പുറമുണ്ട്. അത് മറന്നു പോകാൻ പാടില്ല. എപ്പോഴും ഞാൻ പറയാറുണ്ട്, സൈക്കോളജി ഒക്കെ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, ഡോണ്ട് ഗോ ഫോർ PhD എടുക്കാൻ പാടില്ല. അതായത് ഫുൾ സ്റ്റോപ്പ് എവിടെയാണ് ഇടേണ്ടതെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാവണം, കറക്റ്റ് ആയിട്ട് അറിയണം. കാര്യം ഈ ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് ഒരു തിയറി, ആ തിയറിയിൽ പിന്നെയും ഒരു സബ് തിയറി, ഈ സബ് തിയറിയിൽ പിന്നെയും 2-3 പേര് വക വേറെ തിയറി, പിന്നെയും ഇതിന്റെ ഉള്ളിൽ വേറെ തിയറി, അങ്ങനെ നീണ്ടു പോകുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇത്. സോ വി ഷുഡ് നോ വേർ വി ഷുഡ് പുട്ട് ഫുൾ സ്റ്റോപ്പ്. ഓക്കെ, സോ സൈക്കോളജി ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഒരുപാട് ടൈം അവിടെ കൊണ്ടുപോയി വേസ്റ്റ് ചെയ്യാൻ പാടില്ല. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസോ മെന്റർഷിപ്പോ ഒക്കെ എടുക്കുക. ഓക്കെ, ലെറ്റ് കം ടു ദ പോയിന്റ്. ഈ BNSS ഒക്കെ പഠിക്കുമ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ വരുത്തിക്കില്ല. കാരണം നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി മെറ്റീരിയൽ ഉണ്ട്. ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് PSC ഓൾറെഡി പറഞ്ഞിട്ടുമുണ്ട്, അല്ലെ. കറക്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ദർ ഇസ് നോ പ്രോബ്ലം. ഇനി ഫേസ് 1 എഴുതിയ ഉദ്യോഗാർത്ഥികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 സ്ലോട്ട് ആയിട്ട് തിരിക്കുക നിങ്ങൾ ഒരു ദിവസം, എന്നിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഇനി സെക്കൻഡ് ഫേസ് എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഇപ്പം സ്പെഷ്യൽ ടോപ്പിക്കിന്റെ പുറകെ പോകണ്ടെന്ന് ഞാൻ പറയുള്ളൂ. ബിക്കോസ് പ്രിലിംസ് ക്ലിയർ ചെയ്താലേ മെയിൻസ് എഴുതാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യുമെന്ന് 100% നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. ഉറപ്പുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ മെയിൻസിന്റെ ടോപ്പിക്കുകൾ നോക്കി തുടങ്ങിക്കോളും. ഇല്ലെങ്കിൽ ഞാൻ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് പറയാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കറക്റ്റ് ആയിട്ട് 30 months ഉണ്ട്. ഈ 30 monthsൽ യു ഹാവ് ടു മാസ്റ്റർ മലയാളം, ഇംഗ്ലീഷ്, മാത്സ്. ഇതിൽ അഗ്രഗണ്യനായിരിക്കാം. മെയിൻസ് 30 മാർക്ക് ഉറപ്പിക്കുക, പ്രിലിംസ് 50 മാർക്ക് ഉറപ്പിക്കുക. അതായത് നിങ്ങൾ ഇപ്പം തന്നെ പഠിക്കുന്ന ടോപ്പിക്കുകൾ മെയിൻസിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്കുകളാണെന്ന് വിചാരിച്ച് പഠിക്കുക. വിചാരിച്ചിട്ടല്ല, അങ്ങനെ തന്നെയാണല്ലോ. യു പുട്ട് ഇൻവെസ്റ്റ് മോർ ടൈം ഹിയർ. അത് സെക്കൻഡ് ഫേസ് എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ. കാരണം സെക്കൻഡ് ഫേസ് എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളിൽ ഇവിടെ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഈ 50ൽ ഒരു 35 മാർക്കൊക്കെ എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ഒരു മാസം കൂളായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ 35 മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ പ്രിലിംസ് ക്വാളിഫൈഡ് ആയി. അവിടെ പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ കൂടുതൽ മാജിക് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. സോ യു പുട്ട് മോർ ടൈം ഹിയർ. ഈ സ്ലോട്ടിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാം. ഇംഗ്ലീഷ്, മലയാളം, മാത്സ്. നൗ എന്ത് ചെയ്യാം, സെക്കൻഡ് ഫേസ് എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ ബാക്കിയുള്ള GK സബ്ജക്ട്, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, സിമിലർ ആണ്, സെയിം ആണ്. കറണ്ട് അഫയേഴ്സും പഠിക്കണം കേട്ടോ. പ്രിലിംസിന് നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിക്കണം. കഴിഞ്ഞ പ്രിലിംസിന് കുറച്ച് കറണ്ട് അഫയേഴ്സേ ചോദിച്ചുള്ളൂ. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ചോദിക്കില്ല എന്നല്ല, PSC ചിലപ്പോൾ ഒരു 4-5 ക്വസ്റ്റ്യൻ ഒക്കെ കറണ്ട് അഫയേഴ്സിന് ചോദിക്കും. അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് ചെറിയ രീതിയിലെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മുടെ ലാഫോഴ്സയുടെ മെയിൻ ചാനലുള്ള ഈ മന്ത്ലി മാഗസീൻ എങ്കിൽ അറ്റ്ലീസ്റ്റ് വായിച്ചു പോവാം. ചോദിക്കുമ്പോൾ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. 10th 12th ലെവലിൽ ചോദിക്കുന്ന പോലെ ചോദിക്കില്ല. സോ കറണ്ട് അഫയേഴ്സ് എന്തായാലും പഠിക്കുക. റൈറ്റ്, സെയിം കാര്യങ്ങൾ ഇവിടെയും. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തായാലും നമ്മൾ പഠിക്കണം.
you can link it with a special topic. Right. So, നമുക്ക് എന്ത് പറയാം അല്ലേ? 45 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്, പിന്നെ ഗവർണൻസ്, ലൈഫ് സയൻസ് 5, 6, 11, 56 മാർക്സ്. മെയിൻസിന് ഡിഫറൻസ് വരുന്നത് 56 മാർക്സിനാണ്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ് അല്ലെ? മെയിൻസിന് നിങ്ങൾ പഠിക്കുന്ന 100 - 56 എത്രയാണ്? 44. റൈറ്റ്. ഈ 44 പഠിക്കുന്നത് പ്രിലിംസിന് വേണ്ടിയിട്ടാണെങ്കിലും ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഫുൾ ഫോർ മെയിൻസ്. മനസ്സിലായോ? അതായത് നിങ്ങൾ ഇപ്പൊ പഠിക്കുന്നത് മെയിൻസിന് വേണ്ടിയിട്ട് കൂടിയാണ്. ഈ 30 ദിവസത്തെ ഡിഫറൻസിൽ യു ഹാവ് ടു ഡു ദിസ്. വൺസ് സെക്കൻഡ് ഫേസ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ, സെക്കൻഡ് ഫേസ് കഴിഞ്ഞാൽ എന്താണ്, അപ്രോക്സിമേറ്റ് യു വിൽ ഹാവ് 2 months, അതായത് 60 ദിവസം ഉണ്ടാവും. ഓക്കെ, സെക്കൻഡ് ഫേസുകാർക്ക് ഒരു 60 ദിവസം കിട്ടും. ഈ 60 ദിവസത്തിൽ എന്ത് ചെയ്യുക, നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കും ഈ പറഞ്ഞ പോലെ നമ്മൾ പഠിക്കാത്ത കുറച്ച് സബ്ജക്റ്റുകൾ ഉണ്ടല്ലോ, അതായത് ലൈഫ് സയൻസും ഗവർണൻസും, ഇതിന് കൂടുതലായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. ദിസ് ഈസ് മോർ ദൻ ഇനഫ്. ബാക്കിയുള്ള സബ്ജക്റ്റുകൾ നമ്മൾ റിവിഷനും ചെയ്യും, പഠിക്കാത്ത സബ്ജക്ട് 2 മാസം കൊണ്ട് നമ്മൾ കവർ ചെയ്ത് എടുക്കുകയും ചെയ്യും. സെക്കൻഡ് ഫേസ് ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഒക്കെ പുറകെ പോയി കഴിഞ്ഞാല് പ്രിലിംസ് പാസ്സാവൂല. പ്രിലിംസ് പാസ്സായിട്ടില്ലെങ്കിൽ മെയിൻസ് കിട്ടൂല അല്ലെ? പ്രിലിംസ് പാസ്സായാലല്ലേ മെയിൻസ് എഴുതാൻ പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് മെയിൻസ് എഴുതിയാലല്ലേ ഇന്റർവ്യൂവിന് പോകാൻ പറ്റുള്ളൂ അല്ല? ഫിസിക്കല് ക്ലിയർ ആവുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രിലിംസ് ആണ്. അത് നമ്മൾ സേഫ് ആയിട്ട് ക്ലിയർ ചെയ്യണം. സോ ദിസ് ഈസ് അവർ സെക്ഷൻ. എനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങളുടെ ടൈം ടേബിൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഫേസുകാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. സെക്കൻഡ് ഫേസുകാർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ റൈറ്റ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, 3 minutes നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം ആൻഡ് വി ക്യാൻ കൺക്ലൂഡ് ദിസ് സെഷൻ. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി, ലൈവ് കാണുന്നവരും റെക്കോർഡിങ്സ് കാണുന്നവരും യൂട്യൂബിൽ റെക്കോർഡിങ്സ് കാണുന്നവരുണ്ടാവുമല്ലോ, ലാ ഫോഴ്സയുടെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ മെയിൻസ് ബാച്ച് ഉണ്ട്. ഓക്കെ, 699 ആണ് പ്രൈസ്. 699. ഓക്കെ, ഇൻക്ലൂഡിംഗ് ടെസ്റ്റ് സീരീസ്. ക്വാളിറ്റി ക്ലാസ്സസ് ആണ്, ക്വാളിറ്റി PDF ആണ്, വീഡിയോ ക്ലാസ്സസ് ആണ്. ഞാനാണ് ഇവിടെ പൊളിറ്റി, എക്കണോമിക്സ്, കറണ്ട് അഫയേഴ്സ്. ഓക്കെ, പ്രിലിംസിന്റെ അധ്യാപകനാണ്. ഞാനാണ് അത് ക്ലാസ് എടുക്കുന്നത്. കുറച്ചു പേർക്ക് അറിയായിരിക്കും. സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കേസിൽ വന്നാൽ സൈക്കോളജി ഞാനായിരിക്കും എടുക്കുക. അതേപോലെ തന്നെ കുറച്ച് സ്പെഷ്യൽ ടോപ്പിക് സബ്ജക്റ്റുകൾ BNSഉം അതേപോലെ BNSSഉം ഒക്കെ ഞാനായിരിക്കും എടുക്കുക. ഓക്കെ, ദെൻ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ പ്രൈസിൽ തന്നെ ഇതിൽ ജോയിൻ ചെയ്യാം. ക്ലാസിന്റെ കാര്യത്തിലൊന്നും നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. ക്വാളിറ്റി ക്ലാസ് ആണ്, ക്വാളിറ്റി PDF ആണ്. സോ ഇഫ് യു വാണ്ട് ഡെമോ ക്ലാസ്സസ് അല്ലെങ്കിൽ ഡെമോ PDFഉം BNSലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. എന്റെ ID UPSC KAS 2024-1 എന്ന് നിങ്ങൾ ടെലിഗ്രാമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ID കിട്ടും. അതിൽ ഡെമോ നോട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അയച്ചാൽ മതി, ഞാനത് അയച്ചു തരാം. ഓക്കെ, BNSന്റെ ഒക്കെ ഡെമോ നോട്ട് അയച്ചു തരാം. ഓൾറെഡി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 12 ക്ലാസ്സോളം സൈക്കോളജി നമ്മൾ ചെയ്തു, ഒരു 10 ക്ലാസ്സോളം BNS ചെയ്തു. ബാക്കിയുള്ള ഹിസ്റ്ററിയും ജോഗ്രഫിയും എക്കണോമിക്സ് ഒക്കെ നമ്മൾ മെയിൻസിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി യു ക്യാൻ ബി എ പാർട്ട് ഓഫ് ഇറ്റ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സ്വയം പ്രിപ്പയർ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ, സ്വന്തം പഠിക്കാനാണ് ഇഷ്ടമുണ്ടെങ്കിൽ, ഓക്കെ, 199ന്റെ MCQ പോൾ ബാച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. PDF ഞങ്ങൾ തരും. ആ PDF ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ BNSന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് അസൈൻ ചെയ്യും. ഈ ക്വസ്റ്റ്യന്റെ ഡെമോ ഞാൻ വേണമെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ടുതരാം. ഓക്കെ, PDF ഇട്ടുതരാം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. കേരള ഗവർണൻസ് ആരാ പഠിപ്പിക്കുന്നത്? കേരള ഗവർണൻസ് ശ്രീദേവി മിസ് ആണ്. ശ്രീദേവി മിസ്.
സിവിക്സ് ഒക്കെ പഠിപ്പിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ ലാഫോയ്സ പ്രിലിംസിന്റെ സിവിക്സ് പഠിപ്പിക്കുന്ന അധ്യാപികയാണ്. സാം, ക്ലാസിന്റെ കാര്യത്തിലൊന്നും ഒരു ഡൗട്ടും വേണ്ട കേട്ടോ. നല്ല ക്വാളിറ്റി മെറ്റീരിയൽ, നല്ല ക്വാളിറ്റി PDF ഒക്കെ തന്നെയാണ്. ഇഫ് യു ആർ റെഡി ടു ഡു ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ബി എ പാർട്ട് ഓഫ് ഇറ്റ്. ഓക്കെ, സോ നമുക്ക് എന്നാല് ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം, ഒരു മെന്റർഷിപ്പ് കൺക്ലൂഡ് ചെയ്യാം. ഇതിന്റെ PDF അല്ലെങ്കിൽ ഇതിന്റെ റെക്കോർഡിങ്സ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. സോ ഓൾ ദ ബെസ്റ്റ്, കീപ് ലേണിംഗ്. നിങ്ങൾ മഴയാണ്, ശ്രദ്ധിക്കുക. ഓക്കെ.